സൂപ്പർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കലക്കം പടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടായില്ല, പക്ഷേ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് മുന്നേ സെക്കൻഡ് പാർട്ട് കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. എന്ന് പറയുമ്പോൾ ഇമോഷൻ ആയാലും പിന്നെ എന്താ പറയുക, കോമഡി ആയാലും സീരിയസ് ആവുന്ന സ്ഥലത്ത് സീരിയസ് ആണ്. എല്ലാം എന്താ പറയുക, ആബ്സല്യൂട്ട് പെർഫെക്റ്റ്. നല്ല സിനിമ. സീൻ എന്ന് പറയുമ്പോൾ കോമഡി സീൻ കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. ആളുടെ ഓരോ കഥ പല പല വേഷങ്ങളിലായിട്ട് ആൾ കയറി വരും. എന്താ പറയുക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അത് വന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. തിയേറ്ററിൽ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഫിലിമാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടില്ല എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. എന്തായാലും കാണാൻ നമുക്ക് കഥ ബാക്കി മനസ്സിലാവും. അതായത് PS1 ഇതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അതിലാകുമ്പോൾ കുറച്ച് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിലെ പാട്ടുകൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ ലാസ്റ്റ് തീം വന്നപ്പോൾ ബാഹുബലിയിൽ ഉപയോഗിച്ച പല സാധനങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാഹുബലിയിലെ ലാസ്റ്റ് ക്ലൈമാക്സ് പോലെ ഇതിലും വന്നിട്ടുണ്ട്. അതിലുള്ള സിനിമ നല്ലൊരു പടം തന്നെയായിരുന്നു. കാരണം ആ ഒരു മണിരത്നം ടച്ച് അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ AR റഹ്മാൻ്റെ മ്യൂസിക് വളരെയധികം നല്ല രീതിക്ക് പടത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ ടച്ചും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നന്നായിട്ട് സിനിമ എലവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റിങ്ങിൽ ഇത്രയധികം ആക്ടേഴ്സിന് വളരെയധികം സ്ക്രീൻ സ്പേസും അവരുടെ സ്ക്രീൻ സ്പേസ് പലർക്കും കുറവാണെങ്കിൽ പോലും അതിൽ വളരെ ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് പടം. അതുകൊണ്ട് പടം നല്ലൊരു നല്ലൊരു വെർത്ത് വാച്ച് തന്നെയാണ് തീർച്ചയായിട്ടും. സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. PS2 കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോയതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കുറച്ച് സെൻറ്റിമെൻ്റലായി പോയി സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു പെർഫോമൻസ്. മേക്കിംഗ് എല്ലാം ആർട്ട് വൈസ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് പാർട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. നല്ല എൻഗേജിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ഫൈറ്റ് സീക്വൻസിലൊക്കെ നന്നായിട്ടുണ്ട്. വിക്രമായ തന്നെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാവരായാലും വിക്രമായാലും ജയൻ്റവി കാർത്തി ആരായാലും അത്യാവശ്യം നല്ല സീനുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഈക്വൽ സ്പേസ് ആയിട്ട് തോന്നി. ഫസ്റ്റ് പാർട്ടിൽ വിക്രമിന് കുറച്ച് സ്ക്രീൻ പ്രസ് കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. പുള്ളിക്ക് സ്കോർ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് നമുക്ക് ഇങ്ങനെ കണക്റ്റ് ആവും. കുറേ ഇമോഷൻസ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിനേക്കാൾ കൂടുതൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ എൻജോയ് ചെയ്തത് ഇതാണ്. എല്ലാവരും എല്ലാ പെർഫോമൻസും അടിപൊളിയാണ്. അവരുടെ എല്ലാ പെർഫോമൻസും നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനോടും ഭയങ്കര കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരെയും കണക്ട് ചെയ്ത് മനസ്സിലാക്കി വരുന്ന ഇതിലാവുമ്പോൾ നമുക്ക് കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ട്. എല്ലാവരുടെ ഇമോഷൻസും നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. മ്യൂസിക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്കൻഡാണ്. ഇമോഷണൽ സീക്വൻസുകൾ കുറേ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമ അങ്ങനെ വളരെ എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു ഇഷ്ടം തോന്നി. കാർത്തി സാറിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി നമ്മളെ കണക്ട് ചെയ്യും. ഐശ്വര്യ മാം ഇതിൽ ഫസ്റ്റിനേക്കാൾ കൂടുതൽ ഇതിൽ ഗംഭീര. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ വരുന്ന പെർഫോമൻസിനെ കുറിച്ചിട്ട്. അപ്പം നമ്മളിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എല്ലാവരുടെയും.